ബൈബിളിലെ ഒരു കഥ പറയട്ടെ. ബൈബിളിൽ ദൈവം മനുഷ്യപുത്രൻ ആദ്യ മനുഷ്യനോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചതെന്ന് ചോദിച്ചു. അപ്പം ആദ്യ മനുഷ്യൻ പറഞ്ഞു, ഞാനല്ല ലംഘിച്ചത്, എനിക്ക് ദൈവം ഭാര്യയായി തന്ന സ്ത്രീയാണ് ലംഘിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാര്യയോട് ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനല്ല ലംഘിച്ചത്, സർപ്പമാണ് ലംഘിച്ചതെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് നമ്മൾ തുടങ്ങിയതാ അല്ലേ, ആദ്യം തൊട്ട് തുടങ്ങിയതാണ് നമ്മൾ നമ്മുടെ തെറ്റുകൾ നമ്മൾ സമ്മതിക്കില്ല, മറ്റുള്ളവരുടെ മേത്തേക്ക് പഴിചാരുക അല്ലേ. നമ്മുടെ ഭരണാധികാരികളെ നമ്മൾ ചിന്തിച്ചു നോക്കിയേ. 5 വർഷം ഭരിച്ചു കഴിയുന്നതിന് മുമ്പ് പറയും മുൻ ഗവൺമെൻറ്റുകളാണ് നമ്മുടെ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കി വെച്ചത്, നമ്മുടെ രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി വെച്ചത് എന്നൊക്കെ പറഞ്ഞ് മുൻ ഗവൺമെൻറ്റുകളെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ അടുത്ത ഗവൺമെൻറ് വരുമ്പം ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അല്ലാണ്ട് ആരും സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയില്ല. വീടുകളിലാണെങ്കിൽ തന്നെ നീ പറയണതുകൊണ്ടാ കൊച്ചു ചീത്തയായിപ്പോയത്, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെയായിരുന്നു, അമ്മ ഇങ്ങനെയായിരുന്നു എന്ന് പറയും. ചില പിള്ളേർ പറയും, എൻ്റെ വീട്ടിലെ സാഹചര്യം ഇന്നതായിപ്പോയതുകൊണ്ടാണ്, എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെയായിപ്പോയതുകൊണ്ടാണ് എന്ന് പറയും. ചില ഭാര്യമാർ പറയും, ഭർത്താക്കന്മാർ അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ പറയും ഭാര്യമാർ ഇങ്ങനെ കുടുംബത്തിൽ കൊള്ളില്ലാത്തതായതുകൊണ്ടാണ് എന്നിങ്ങനെ അങ്ങനെ അവരും പറയും. ചിലർ നടന്നു പോകുന്ന വഴിക്കെങ്ങാനും തെന്നിയടിച്ച് വീഴുക തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും ചെരുപ്പിൻ്റെ കുഴപ്പമാണെന്ന് പറയും. ചെരുപ്പിൻ്റെ ഒരിടത്തൊരു ഏറും വെച്ച് കൊടുക്കും അല്ലേ. പോകുന്ന വഴിക്ക് വാഹനം ഒന്ന് തട്ടിക്കേ, ഇവരുടെ ഒരു കുഴപ്പവും കാണില്ല, വന്ന യാത്രക്കാരൻ്റെ കയ്യിലായിരിക്കും കുഴപ്പം, അല്ലെങ്കിൽ വന്ന ബൈക്കുകാരൻ്റെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ കാറുകാരൻ്റെ കയ്യിലായിരിക്കും, അയാൾ എന്നാന്ന് പറയണ റോങ് സൈഡ് കയറി വന്നതാ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ ഒരിക്കൽ പോലും നമ്മൾ നമ്മുടെ കുറ്റങ്ങൾ ഏറ്റെടുക്കാൻ സന്നദ്ധരല്ല. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അവനവൻ്റെ പരാജയങ്ങളോ അല്ലെങ്കിൽ അവനവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിലോ അത് മറ്റുള്ളവരുടെ തലയിൽ പഴി ചാരിയിട്ടുണ്ടെങ്കിൽ അവനവൻ സേഫായി എന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ട് അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മുടെ കയ്യിൽ കുറ്റം കൊണ്ട് തന്നെയാണ് വന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഞാനൊന്നും ചെയ്തിട്ടില്ല, അതെല്ലാം മറ്റുള്ളവർ ചെയ്താണെന്നും പറഞ്ഞ് നമുക്ക് എല്ലാ കാര്യത്തിൽ നിന്നും കൈ കഴുകി പോകാൻ സാധിക്കൂലേ. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം, നമ്മൾ അങ്ങനെ ഒഴിവാകുമ്പോൾ ഒത്തിരി നാളൊന്നും നമുക്ക് ഒഴിവായി നിൽക്കാൻ സാധിക്കില്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ തന്നെ നിറവേറ്റണം. അത് എത്ര റിസ്ക് പിടിച്ചതാണെങ്കിലും നമ്മൾ ആ റിസ്ക് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം. എന്നിട്ട് നമ്മൾ ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നടത്തി കൊടുക്കണം അല്ലേ. അല്ലാണ്ട് മറ്റൊരാളുടെ മേലിലേക്ക് പഴി ചാരിയിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും പഴി ചാരുമ്പം ഇനി ആർക്കടെ തലയല്ല നമ്മൾ വെക്കണേന്ന് ഓർത്തുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ഒരിക്കലും നമ്മളെ റെസ്പോൺസിബിലിറ്റി, അതായത് നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് അത് കൃത്യമായി നമ്മൾ നിർവഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിൽ എന്താ വിജയിക്കണേ? നമ്മൾ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിജയം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? എല്ലാവരുടെയും ജീവിതത്തിലുണ്ടെന്ന് ഓരോ പ്രോബ്ലങ്ങളുണ്ട്, അതിനെല്ലാം സൊല്യൂഷനും ഉണ്ട്. അപ്പം നമ്മൾ ആ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അത് മറ്റുള്ളവരുടെ തലയിൽ വെക്കാതെ ഇരിക്കുക. ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ കേട്ടിട്ടുള്ളതാട്ടോ. ആരും ആരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കില്ല. എല്ലാവരും കൈ കഴുകി എല്ലാവരും സത്യസന്ധരായിട്ടിരിക്കാൻ ശ്രമിക്കും. പക്ഷേ അതൊന്നും അല്ല. അവനവന് തന്നെ അറിയാം, നമ്മുടെ കയ്യിലും നമ്മുടെ ഭാഗത്തും ഉണ്ട് തെറ്റുകൾ എന്ന് നമുക്കറിയാം അല്ലേ. ഒരു വീട്ടിൽ കുട്ടികൾ ചീത്തയായി പോവുകയാണെങ്കിൽ ഉടനെ മാതാപിതാക്കൾ പറയും അവരുടെ കുഴപ്പം കൊണ്ടല്ല, വേറെ പുറത്തുള്ള പിള്ളേരുടെ കൂട്ടുകൂടിയത് കൊണ്ടാണ് എന്ന് പറയും. ശരിയല്ലേ? അയലോക്കംകാർ തമ്മിൽ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ പറയും അയലോക്കംകാരുടെ കുഴപ്പം, എൻ്റെ കയ്യിൽ ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറയും. ഞങ്ങൾ നല്ല രീതിയിൽ അവരോട് പെരുമാറിക്കൊണ്ടിരുന്നതെന്ന് പറയും. നമ്മുടെ ഭാഗത്തും ഉണ്ടെന്ന് 2 കൈ കൂട്ടിയടിക്കുമ്പോഴല്ലേ ശബ്ദം കേൾക്കുള്ളൂ. നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നമ്മൾ ആദ്യം ശ്രമിക്കുക, അത് തിരുത്താൻ നമ്മൾ ആദ്യം ശ്രമിക്കുക. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് തന്നെ സാധിക്കും. ചില വീട്ടിൽ കിടന്ന അമ്മായിയമ്മയും നാത്തൂമാരും ഒക്കെ ആയിട്ട് വഴക്കുണ്ടാക്കും. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഭാര്യ പറയും എൻ്റെ കയ്യിൽ ഒരു കുഴപ്പമില്ല, അവരാ വഴക്കുണ്ടാക്കിയെന്ന് പറയും. നാത്തൂമാർ പോരുണ്ടാക്കണവർ അവർ പറയും ഞങ്ങളൊന്നും ചെയ്തതല്ല, ഈ ചേച്ചി വന്നേ പിന്നെ അല്ലെങ്കിൽ ഇവർ വന്നേ പിന്നെ ഇവിടെ കിടന്ന് അലമ്പുണ്ടായി എന്ന് പറയും. അപ്പം നമുക്ക് നമ്മളെ തന്നെ അറിയാം. നമുക്ക് അതിൽ എന്നു പറയുന്നത് അതിനൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആലോചിക്കുക. എന്നിട്ട് പടിപടിയായിട്ട് നമ്മൾ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക. അതല്ലാണ്ട് ഇനി ആരുടെയെങ്കിലും തലയിലേക്ക് നമ്മളത് കെട്ടിവെക്കാതിരിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക, നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി വെക്കുക. അപ്പോൾ പിന്നെ നമുക്കൊരു പ്രശ്നവും കാണില്ലാന്നേ. നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി വെക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങളും വരുന്നത്. അപ്പം നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നമ്മൾ നല്ല രീതിയിൽ നിറവേറ്റി കഴിഞ്ഞാൽ നമുക്കൊരു ആത്മസംതൃപ്തി ഉള്ളത് ഇല്ലേ. എന്ത് പ്രശ്നങ്ങളാണേലും അത് മറ്റുള്ളവരുടെ തലയിൽ അതൊരു തെറ്റായ ഒരു
എന്നാന്ന് പറയുന്നത് തെറ്റായ ഒരു രീതിയാണ് മറ്റുള്ളവരുടെ തലയിലേക്ക് വെക്കുക എന്ന് പറയുന്നത്. അറിഞ്ഞോ അറിയാതെ പോലും അവർ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് അറിയുന്ന പോലുമില്ല, ഇങ്ങനെ ഒരു പ്രശ്നമുള്ള പോലും നമ്മൾ അവരുടെ തലയിലേക്ക് ചിലർ കടബാധ്യതകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പറയും അത് ഭാര്യയും കൂടെ അറിഞ്ഞാൽ വെച്ചതെന്ന്. ചിലപ്പോൾ ഭാര്യമാർ അറിഞ്ഞു കാണില്ല. ചിലർ പറയും വേറെ ആരുടെയെങ്കിലും തലയിലേക്ക് വെക്കും, എൻ്റെ കുടുംബക്കാർ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും തലയിലേക്ക് വെക്കും. അങ്ങനെയൊന്നും വെക്കാതിരിക്കുക. നമ്മുടെ ഉത്തരവാദിത്തമാണ് ഓരോ കാര്യം. നമ്മൾ ചെയ്തതാണെങ്കിൽ നമ്മൾ അത് ഉത്തരവാദിത്തത്തോടുകൂടി സന്തോഷത്തോടെ ഏറ്റെടുക്കുക, എന്നിട്ട് നമ്മൾ ചെയ്യുക. അല്ലാണ്ട് മറ്റുള്ള ഒരാളെ കുറ്റപ്പെടുത്താൻ അതിന് ഇടവരുത്തരുത്. മറ്റുള്ളവരെ നമ്മൾ ഇങ്ങനെയൊക്കെ ഏർപ്പെടുന്ന ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഒരു കഷ്ടമായൊരു സംഭവമല്ലേ അല്ലേ. അറിയാത്ത കാര്യത്തിലായിരിക്കും ചിലർ ചെന്ന് അതിനകത്തൊക്കെ ചാടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാതിരിക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.